ഉമ്മ ഉമ്മ എന്താ മോളെ? ദാ മാമ വന്നിരിക്കുന്നു. ദാ വരണു. ഇരിക്കളിയ. അല്ല, ഇക്കാക്ക് 3-4 ദിവസമായിട്ട് ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. ആ, അത് പിന്നെ എങ്ങനെ? നിന്റെ ഇക്കാക്കയ്ക്ക് കേസും വഴക്കും കൂട്ടുമൊക്കെ കഴിഞ്ഞിട്ട് സമയമുണ്ടോ? ഇപ്പൊ ഇക്കാക്ക് ആരുമായിട്ടാ ബൈക്കുണ്ടാക്കിയത്? അല്ലടി, റഹീം ട്യൂഷൻ ക്ലാസ് നടത്തുന്ന നമ്മുടെ സ്ഥലം. ഞാൻ എത്ര പറഞ്ഞിട്ട് അവന് ഒഴിഞ്ഞിരുന്നില്ല. ആഹാ, അവൻ അത്രയ്ക്കായോ? പഴയതൊക്കെ അവൻ മറന്നെന്നാ തോന്നണേ. ഞമ്മടെ ചട്ടിയിലെ വെള്ളം കുടിച്ച് അവൻ വളർന്നത്. ഇക്കാക്ക് അങ്ങോട്ട് കയറി അവന് ചെബക്കുത്തി കെട്ടിരുന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നോ? അതൊന്നും കൂടാതെ തന്നെ അവൻ അവിടുന്ന് മാറാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു. നീ പോയി ചോറ് വിളമ്പ്. ആ, അപ്പോഴേ മജീദ് ദുബായിൽ നിന്ന് വന്ന ഉടനെ തന്നെ സഫി അവനും തമ്മിലുള്ള നിക്കാഹ് നടത്തണം. നേരം വെളുത്താല് വൈകണത് വരെ അവന്റെ ഉമ്മ അതന്നെയാ പറയണത്. അതിനെന്താ, അവര് തമ്മിലുള്ള നിക്കാഹ് അവരുടെ ചെറുപ്പത്തിലേ നമ്മൾ വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചിട്ടുള്ളതല്ലേ? അല്ല, ഇപ്പോഴത്തെ കാലത്തെ വാക്ക് പലതും തെറ്റുന്നുണ്ട്. നമ്മൾ അദ്രമാന്റെ മോളെ സുലൈമാനെ കൊണ്ട് കെട്ടിക്കാന്ന് പറഞ്ഞതാ, അത് തെറ്റി. അതും ഇതുപോലെ അളിയന്മാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് പറഞ്ഞുറപ്പിച്ചതാ. ഭാനുമതി, എന്താ പോയ കാര്യം എന്തായി? അത് നടക്കില്ല ഭാനുമതി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവരറിഞ്ഞിരിക്കുന്നു. എന്തേ ഈശ്വര? ഒരു നസ്രാണി ചെറുക്കന്റെ കൂടെ അഴിഞ്ഞാടി നടക്കുന്ന പെണ്ണിനെ ഞങ്ങൾക്ക് വേണ്ടെന്ന് ആ രാഘവക്കുറുപ്പന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ആരുടെ മുമ്പിലും തലകുനിച്ചിട്ടില്ല ഭാനുമതി. നിന്റെ മോള് കാരണം അതും വേണ്ടി വന്നു. ഞാൻ തീരുമാനിച്ചു, ഭാർഗവനെ കൊണ്ടുള്ള കല്യാണം കഴിപ്പിക്കാൻ. നാളെ ജോത്സവോടെ കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ആകെ ഒരു മോളേ ഉള്ളൂ. അവളെ നിങ്ങളുടെ അനന്തരവനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഭാനുമതി, വെറുതെ ചൂടുപിടിക്കരുത്. പുറത്തിറങ്ങി നടക്കുന്നവർക്ക് അറിയാൻ പാടുള്ളൂ നിന്റെ മകളെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നത്. ഇന്നും അവനോട് കൂടെ ബസ് സ്റ്റാൻഡ് അടുത്ത് സംസാരിക്കുന്നത് രാഘവക്കുറുപ്പ് കണ്ടാ. വല്ലവരും വല്ലതും പറയുന്നത് കേട്ടോണ്ട് സരളെ ആ കള്ളുകൂടി എന്റെ തലയിൽ വെച്ച് കെട്ടരുതേ. ഓടിയത് ഈ ലോകത്ത് ഭാർഗവം മാത്രം അലരെ കള്ളുപിടിക്കുന്നത്. ഏതായാലും സരള ഈ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ആ ക്രിസ്ത്യാനി ചെറുക്കനെ കൊണ്ട് എത്തിക്കണമെന്നാണോ? എന്റെ ജീവനുള്ള വേല നടക്കില്ല. ഞാൻ പാലമൂട്ടി ശങ്കരൻ നായനാണെങ്കിൽ ഒരാഴ്ചക്കകം അവളുടെയും ഭാർഗവന്റെയും കല്യാണം നടന്നിരിക്കും. മോളിരുന്ന് പഠിക്കേ. ഐഷ, കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? നമ്മുടെ സരളയുടെ കല്യാണം നിശ്ചയിച്ചു. ശങ്കരൻ നായരുടെ മരുമകൻ ഭാർഗവൻ തന്നെയാ ചെറുക്കൻ. അവനെപ്പറ്റി പൊതുവേ നല്ല അഭിപ്രായമല്ല. എങ്കിലും സാരമില്ല, കല്യാണം കഴിഞ്ഞതെല്ലാം ശരിയായിക്കോളൂന്നാ ശങ്കരൻ നായർ പറയുന്നത്. സരള നമുക്ക് നമ്മുടെ മോളെ പോലെ തന്നെയാ. എവിടെ ആയാലും അവള് നന്നായിട്ട് കഴിഞ്ഞാ മതി. ഉമ്മ, സരള ചേച്ചിയുടെ കല്യാണത്തിന് കൊടുക്കാൻ എനിക്കൊരു മോതിരം പണിച്ചു തരണം. തരാടി മോളെ. കല്യാണത്തിനുള്ള ഡ്രസ്സും അന്നത്തെ ചെലവും നമ്മുടെ വകയാണെന്നാ ഞാൻ ശങ്കരൻ നായരോട് പറഞ്ഞിരിക്കുന്നു. എല്ലാം മതിയല്ലോ. ഇനി വല്ല ആവശ്യമുണ്ടെ പറയണം. അവളെ എവിടെ വിളിക്കാം? അവളോട് ഇതൊക്കെ ഒന്ന് കാണട്ടെ. വിളിക്ക മോളെ സരളേ, സരളേ. ഈടാ, ഇത്ര നേരത്തെ ഉറങ്ങിയോ? സാരവേ, എടി സാരവേ, എടി എഴുന്നേക്കാൻ. എടി സരള എവിടെ? മുറിക്കകത്ത് ഉറങ്ങുന്നുണ്ടായിരുന്നല്ലോ അച്ഛമ്മ. എടി മുറിക്കകത്ത് കാണാത്തോണ്ടല്ലേ നിന്നോട് ചോദിച്ചത്. പിന്നെ ഈ നേരത്തെ എവിടെ പോനാ അച്ഛമ്മ? അവൾ ഈ രാത്രിയിൽ എവിടെ പോയി? എന്താടി അവളെ ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പുറത്തോ ഇപ്പുറത്തോ പോയി നോക്കടി. സോമ, സോമ, എന്താ സരള എവിടെയും കാണുന്നില്ല. ഇവിടെ എങ്ങനെ കാണാന്? അവളെ ആന്റണിയുടെ കൂടെ കാണും. നീ എന്താണ് ഈ പറയുന്നത്? എന്താ പറഞ്ഞതെന്ന് അച്ഛന് മനസ്സിലായില്ലേ? ഞാൻ എത്ര നാളുകൊണ്ട് പറയുന്നതാ അവന്റെ അവളുടെയും കാര്യം. ഈ കാര്യത്തിൽ ഞാൻ അവളെ ഒന്ന് അടിച്ചതിന് അച്ഛൻ എന്നോട് ഒന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞതല്ലേ. ഇപ്പൊ എന്തായി? അയ്യോ, ഈ കുടുംബത്തിന്റെ മാനം പോയെന്നാ തോന്നുന്നത്. അവളെ
നീ ഒരുത്തിക്കാരനോട് വഷളായത്. ഞാനൊന്ന് നോക്കിയിട്ട് വരാച്ച. അവരെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അവനെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ തൂളാക്കിയനായിരുന്നു. കിട്ടിയ പിന്നെ നീ എന്തിനാടാ? എനിക്കറിയില്ല ഇത് ചെയ്യാൻ. ഇങ്ങനൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ അമ്മാനോട് നേരത്തെ പറഞ്ഞതാ. അന്നൊക്കെ ഞാൻ കള്ളുകൂടിയനാണ്, തോന്നിവാസിയാണെന്ന് പറഞ്ഞ് ഒഴിവാക്കി. ഇപ്പോഴെന്തായി? എനിക്ക് സരളയെ കിട്ടിയേ തീരുമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല ഞാൻ അവളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞത്. നിങ്ങളുടെയും കുടുംബത്തിന്റെയും മാനം രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ അതിനെ സമ്മതിച്ചത്. അതൊക്കെ പോട്ടണ ഭാർഗവ. എങ്ങനെയെങ്കിലും അവറ്റകളൊന്ന് കയ്യിൽ കിട്ടിയാൽ മതിയായിരുന്നു.